വെൽക്കം ബാക്ക് ടു കയറ ക്രിയേഷൻസ്. ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്ന ബുക്ക് എന്താണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതെൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റിച്ചിങ് ജേർണലിനോ ഡയറിന്നോ ഒക്കെ വിളിക്കാം. ഒരു ഇൻഡെക്സ് പേജൊക്കെ ഇതിനുണ്ട്. നമ്മൾ പറഞ്ഞു പോകുന്ന ടോപ്പിക്കുകളൊന്ന് എഴുതി വയ്ക്കുക, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ, ചെറിയൊരു ബ്രീഫ് നോട്ട്, പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം പെട്ടെന്നൊന്ന് നോക്കണമെങ്കിലൊക്കെ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതുന്നു. ഇങ്ങനൊരു നോട്ടും കൂടെ എഴുതി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ പോയാൽ. അപ്പോൾ ഇത് 5ാമത്തെ ടോപ്പിക്കാണ്. ബാക്കി 4 ടോപ്പിക്ക് ഞാനിതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇനി 5ാമത്തെ ടോപ്പിക്ക് തൊട്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം. ഇതിൻ്റെ ഒരു പിക്ക് ഞാനിത് ഫുൾ സ്ക്രീനായിട്ട് കൊടുക്കാം ലാസ്റ്റ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ബന്ധാന ഹെഡ് സ്കാർഫ്. ഇവിടെ കാണിക്കുന്നത് കെട്ടുള്ള ബന്ധാനയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം. അതുപോലെ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ്, ഫാഷൻ ആക്സസറീസ് ആണ്, നല്ലൊരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കാം. റീസെൻ്റ്ലി ഞാൻ കണ്ട കുറച്ച് ഫോട്ടോസും ഉണ്ട്. ഇത് 2 ടൈപ്പിൽ ഇവിടെ ചെയ്യുന്നത് നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ പെറ്റിറ്റ് സൈസും ഒന്ന് ലാർജ് സൈസും. പെറ്റിറ്റ് സൈസ് മീൻസ് സ്മോൾ സൈസും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈപ്പിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് 11 ഇഞ്ച് 11 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ഫാബ്രിക്കാണ്. ഇനി ഈ ഫാബ്രിക്കിൻ്റെ ഡയഗണലായിട്ട് നമുക്ക് ഒരു സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ആ 2 സൈഡിലോട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഈ കർവിൻ്റെ ആവശ്യമില്ല, എന്നാൽ ഈ കർവ് നമുക്ക് ഹെഡിന് നല്ലൊരു ഷേപ്പായിട്ടിരിക്കുകയും ഒരു നോൺ സ്ലിപ്പ് എഫക്റ്റ് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഈ കർവ് ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ ഇനി ടൈസിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഫാബ്രിക്ക് ഒരു ഡയഗണൽ പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഡയഗണൽ ഈ കർവ് ആയതുകൊണ്ട് ഇതുപോലെ വെച്ചിട്ട്, ഇപ്പോൾ ഇത് സ്ട്രൈറ്റ് പീസ്, ഇതല്ല ഡയഗണൽ പീസ്, ഇതുപോലെ മുറിച്ചെടുക്കണം. ഇതുപോലെയുള്ള ഒരു ഫാബ്രിക്ക് മുറിച്ചെടുക്കുക. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 ഇഞ്ചും വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചും ഉള്ള ഒരു കെട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു തുണി മുറിച്ചെടുക്കുക. അപ്പോൾ ഇനി ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ 2 സൈഡ് ഇതുപോലെ മടക്കി ഒന്ന് തയ്ച്ച് കൊടുക്കുക. ഈ 3 സൈഡും തയ്ച്ചാൽ ഇത് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 2 സൈഡ് ഇതുപോലെ ഒരു മടക്ക്, അത് കഴിഞ്ഞൊരു മടക്ക്, ഒരു സ്റ്റിച്ച്. അപ്പോൾ ഫസ്റ്റ് മടക്കിൽ സ്റ്റിച്ച് ചെയ്യരുത്, 2ാമത്തെ മടക്ക് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് നമ്മൾ സ്റ്റിച്ചിങ് എപ്പോഴും ഒരൊറ്റ സ്റ്റിച്ചിൽ അങ്ങ് തീർക്കണം. അല്ലാതെ നമ്മൾ എപ്പോഴും അതിൽ സ്റ്റിച്ച് ചെയ്താൽ തുണി ആകെ വൃത്തികേടാകും. അപ്പോൾ ഇതുപോലെ ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ അത് നല്ല ഭംഗിക്കിരിക്കും. ഇനി ആ 2 സൈഡിലും നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇനി നമ്മുടെ ആ ഒരു ടൈസിന് വേണ്ടിയിട്ടുള്ള തുണിയും കൂടെ അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ ടൈസിൻ്റെ ആ തുണി സെൻറ്ററായിട്ടൊന്ന് മടക്കുക, മറ്റേ സ്കാർഫിൻ്റെതും ഒന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് അത് സ്കാർഫിൻ്റെ ലെങ്തിനനുസരിച്ച് ആ ടൈസിൻ്റെ ലെങ്ത് അതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കറക്റ്റായിട്ട് വെച്ച് ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലെങ്ത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത വശം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്തിട്ട് താഴോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ താഴെ അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. ഇനി കർവ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുക. ഇനി എൻഡ് ഇതുപോലെ മടക്കി, ലെഫ്റ്റിൽ നിന്ന് മടക്കി റൈറ്റിൽ നിന്ന് മടക്കിയിട്ട് സെൻറ്ററിൽ കൂടെ മടക്കിയിട്ട് ഒറ്റ സ്റ്റിച്ച് കൊടുത്ത് അങ്ങ് താഴെ വരെ കൊണ്ടുവരിക. ഒറ്റ സ്റ്റിച്ചേ കൊടുക്കാതെ, എപ്പോഴും മടക്കി സ്റ്റിച്ച് ചെയ്യരുത്. ഒരൊറ്റ സ്റ്റിച്ചാണ് ആ ഭംഗി കാണാനായിട്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും സെയിം അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കണോണ്ട് അത് ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് പൊക്കോളും. ഇതുപോലെ ഫുള്ളായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. സിമ്പിളാണ്, വേറെ ഒരു പാടും ഒന്നുമില്ല. ഇതിൽ പിന്നെ ലേസൊക്കെ അറ്റാച്ച് ചെയ്ത് നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒന്ന് നല്ല ഔട്ട്ഫിറ്റിനോ കൂടെ ഒക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഒരു ഫോട്ടോ കാണിച്ചല്ലോ നേരത്തെ. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ടൈപ്പ്. ഇനി 2ാമത്തെ ടൈപ്പിലോട്ട് പോകാം. 2ാമത് ഞാൻ കാണിക്കുന്നത് ലാർജ് സൈസാണ്.
ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ 14 ഇഞ്ചിൻ്റെയാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ കർവ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു പ്രത്യേകത 2 പീസാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഒറ്റ പീസ് വേണ്ട, കുറച്ച് കട്ടിയുള്ള ഇത് വേണമെങ്കിൽ 2 പീസിൻ്റെ ഒരു ക്ലോത്ത് എടുക്കുക. ഇനി കർവില്ലാതെ ഞാൻ കറക്റ്റ് ഡയഗണലായിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ 2 പീസ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് തിരിച്ചിട്ട് ഇതുപോലെ അടിച്ചിട്ട് മറിച്ച് ഇങ്ങനെ എടുത്താൽ മതി. കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ കോണിൻ്റെ ഭാഗം ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ തുണി കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. കോൺ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കാരണം തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എടുത്ത് നല്ല കറക്റ്റ് ഷേപ്പിന് അത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ അത് എല്ലാം ഒന്ന് ലെവൽ ചെയ്തൊക്കെ വെക്കുക. അതിനുശേഷം ഇതിൽ ആ ഒരു 2 സൈഡിൽ നമുക്കൊരു ഒറ്റ ടോപ്പ് സ്റ്റിച്ച് അങ്ങ് കൊടുത്ത് പോയാൽ മതി. ആ ഒരു 2 സ്ഥലവും ഫിനിഷ് ആയിക്കോളും. ഞാനിവിടെ ടോപ്പ് സ്റ്റിച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ അതേ പ്രോസസ്സ് അത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് കാണിക്കുന്നില്ല. നേരത്തെ ചെയ്തതുപോലെ അങ്ങ് ചെയ്യുക. നമ്മുടെ 2 സൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്.